ഹലോ, വെൽക്കം ടു മല്ലു ഔട്ടിംഗ്. നല്ലൊരു ഡേ തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര കൊടൈക്കനാലിലേക്കാണ്. മോർണിംഗ് 5:30 നമ്മൾ കൊടൈക്കനാലിലേക്ക് പുറപ്പെട്ടത്. പ്രൈവറ്റ് ബസ്സിലാണ് വരുന്നത്. ഏകദേശം 10:30 ആയപ്പോഴത്തേക്കിനും നമ്മൾ കൊടൈക്കനാലെത്തി. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ പോകുന്നത് ലാ സാലറ്റ് ചർച്ചിലേക്കാണ്. ഈ ചർച്ചിൻ്റെ പുറമേ കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഒത്തിരി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തു. ഇത് ചെറിയൊരു വാട്ടർഫോൾ ആണ്. ഇവിടെ ഒത്തിരി ഷോപ്പിലൊക്കെ വരുന്നുണ്ട്. നല്ല ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. അഫോർഡബിൾ പ്രൈസിലാണ് ഒരു ചോക്ലേറ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത്. നമ്മുടെ കൊടൈക്കനാലിലെ മെയിൻ അട്രാക്ഷൻ പ്ലേസ് ആണ് ഗുണ കേവ്. അപ്പോൾ ഇനി നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഗുണ കേവിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. എൻട്രൻസിലേക്ക് കടക്കുകയാണ്. ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ കുരങ്ങ് ശല്യം നല്ലോണം ഉണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം. ഇവിടെ നോക്കിക്കേ, ഒരു കുരങ്ങും അതിൻ്റെ കുഞ്ഞും. ഇവിടെ നമ്മൾ വരുമ്പോഴേ ഒരു ചേച്ചിയുടെ ബാഗ് ഒരു കുരങ്ങൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവൻ്റെ കലാപരിപാടികളാണ് ഈ കാണുന്നത്. അടുത്ത നമ്മുടെ യാത്ര സൂസൈഡ് പോയിന്റിലേക്കാണ്. ഇവിടെ നോക്കിക്ക് എന്ത് ഭംഗിയല്ല കാണാൻ. ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന്. അടുത്തതായി നമ്മൾ പോവാണ് പൈൻ ഫോറസ്റ്റ്. ഇവിടെ ഒത്തിരി പൈൻ മരങ്ങളുണ്ട്. ഇവിടെയും ഫോട്ടോഷൂട്ടിന് അനുയോജ്യമായ പ്ലേസ് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് പില്ലർ റോക്കിലേക്കാണ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസിൽ തന്നെ 2-3 എലിഫൻസിൻ്റെ സ്റ്റാച്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. പില്ലർ റോക്ക് എന്ന് പറഞ്ഞാൽ 2 തൂണുകൾ പോലെയുള്ള പാറകൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന അതിനെയാണ് പില്ലർ റോക്ക് എന്ന് പറയുക. എന്ത് ഭംഗിയല്ലേ ഇവിടുത്തെ വിഷ്വലൊക്കെ കാണാൻ. നമ്മളിവിടെ വരുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ് തന്നെയാണ്. വെയിലുണ്ടെങ്കിലും നമുക്ക് വെയിലിൻ്റെ ചൂടൊന്നും അറിയുന്നില്ല. തണുപ്പ് തന്നെയാണ്
അനുഭവപ്പെടുന്നത്. അപ്പം നമ്മൾ തിരികെ പോവാണ്. ഇവിടെ വഴിയോരത്തൊക്കെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ്, ഫ്രൂട്ട്സ്, ഡ്രസ്സുകളൊക്കെ സെയിൽ ചെയ്യുന്ന കടകളാണ് വരുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു ഫോൾസും കൂടെ ഉണ്ട് കേട്ടോ, വാട്ടർഫോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ പുതിയൊരു യാത്രയും വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.